UDF സർക്കാരിന്റെ സംസ്ഥാന ബജറ്റിൽ നീലേശ്വരം നഗരസഭയ്ക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചത് വാർഷിക പദ്ധതികളെ തകിടം മറിക്കുമെന്ന് ഭരണസമിതി. വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കണമെന്നും നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി ആവശ്യപ്പെട്ടു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. ഇക്കഴിഞ്ഞ ജനുവരിയിൽ LDF സർക്കാർ അവതരിപ്പിച്ച 2026-27 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നീലേശ്വരം നഗരസഭയ്ക്ക് 5,78,06,000 രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുതുതായി അധികാരത്തിലേറിയ UDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഇത് 1,72,34,000 രൂപയായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പട്ടികജാതി വികസനത്തിനു വേണ്ടി നേരത്തെ 75,58,000 രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴതും 6,42,500 രൂപയായി കുറച്ചിരിക്കുകയാണ്. ബജറ്റ് വിഹിതത്തിന് ആനുപാതികമായാണ് നീലേശ്വരം നഗരസഭയും വാർഷിക പദ്ധതി തയ്യാറാക്കിയതും ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടിയതും. എന്നാൽ പുതിയ സർക്കാരിൻ്റെ പുതുക്കിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ 4,05,72,000 രൂപ വികസന ഫണ്ടിലെ സാധാരണ വിഹിതത്തിനും 11,35,000 രൂപ പ്രത്യേക ഘടക പദ്ധതിയിലും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. നഗരസഭയുടെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ട് പശ്ചാത്തലോൽപാദന വികസന ക്ഷേമ മേഖലകളിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഒഴിവാക്കേണ്ടുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. വികസന ഫണ്ടുകൾ ഉൾപ്പെടുത്തി വിവിധ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുകയും പദ്ധതി നിർവഹണത്തിലേക്ക് കടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഫണ്ടുകൾ വെട്ടിക്കുറച്ചത് വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ മുഴുവൻ തകിടം മറിക്കുമെന്നും ആയതിനാൽ വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നും നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി ആവശ്യപ്പെടുന്നു. ആ തുകയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീലേശ്വരം നഗരസഭ 2026-27 വാർഷിക പദ്ധതി രൂപീകരിച്ചതും അത് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്ത് അംഗീകാരം നേടി ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ UDFൻ്റെ ഗവൺമെൻറ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഘട്ടത്തിൽ ഏതാണ്ട് 75% വികസന ഫണ്ട് വെട്ടിക്കുറക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 4,05,00,000 കുറവാണ് വികസന ഫണ്ടിൽ മാത്രം ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ കുറച്ചത്. ഇത്രയും വലിയൊരു വെട്ടിക്കുറവ് നമ്മുടെ ചരിത്രത്തിലില്ല. ഓരോ വർഷവും ഗവൺമെൻറ് അനുവദിക്കുന്ന പദ്ധതി വിഹിതം 10% കൊണ്ട് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇവിടെ 75% വെട്ടിക്കുറയ്ക്കുകയാണ്. 4 കോടി നീലേശ്വരം പോലുള്ള ഒരു നഗരസഭ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? കേന്ദ്രവിഹിതമായ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ വർധനമുണ്ടായെങ്കിലും പ്രസ്തുത ഫണ്ടിൻ്റെ 50% നിർബന്ധമായും ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വിവിധ പദ്ധതികൾക്ക് ഈ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുകയില്ല. ഈ 4 കോടി കുറച്ചതുകൊണ്ട് അതിന് ആനുപാതികമായിട്ട് കാർഷിക മേഖലയിൽ, അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, ഞങ്ങളുടെ വാർഡുകളിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളിൽ ഇതിലൊക്കെ വെട്ടിക്കുറവ് നടത്തേണ്ട സാഹചര്യം വന്നിരിക്കുക. ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ വലിയ പ്രയാസമുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. ഇതിന് ആനുപാതികമായിട്ട് മറ്റൊരു തുക വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ ആ വർദ്ധിപ്പിച്ച തുകയുടെ നേർപകുതി ടൈഡ് ഫണ്ടാണ്, അതായത് കെട്ടുപാടുകളുള്ള ഫണ്ട്. അവർ പറയുന്ന പദ്ധതികൾക്ക് മാത്രമേ പണം നീക്കി വെക്കാൻ വേണ്ടി സാധിക്കൂ. സാധാരണയായി ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ ആനുപാതികമായ വർധനവാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ 70%-ലധികം കുറച്ചത് വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നും നീലേശ്വരം നഗരഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.